ഹായ് ഓൾ, മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ തേർഡ് ക്ലാസ് ആണ് ഇത്. ഫസ്റ്റ് ടോപ്പിക് സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലാർ ബയോളജി. വാട്ട് ഈസ് സെൻട്രൽ ഡോഗ്മ? ഇതിൽ കാണുന്ന റെപ്രസെൻറ്റേഷന് ശ്രദ്ധിക്കുക. എക്സാമിന് ഈ ഒരു റെപ്രസെൻറ്റേഷന് തന്ന് ഐഡൻറ്റിഫൈ എന്ന് ചോദിച്ചാൽ ദിസ് ഈസ് സെൻട്രൽ ഡോഗ്മ. Central dogma means it is the flow of genetic information from DNA to RNA and then to protein. ജനറ്റിക് ഇൻഫോർമേഷൻ മൂവ് ചെയ്യുന്നത് DNA-യിൽ നിന്നും RNA-യിലേക്കും RNA-യിൽ നിന്ന് പ്രോട്ടീനിലേക്കുമാണ്. ഇതാണ് സെൻട്രൽ ഡോഗ്മ. പക്ഷേ ചില വൈറസസിൽ ജനറ്റിക് ഇൻഫോർമേഷന് മൂവ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ദാറ്റ് ഈസ് RNA-യിൽ നിന്നും DNA-യിലേക്ക്. ഇവിടെ ഒരുപാട് പ്രോസസ്സ് റെപ്രസെൻ്റ് ചെയ്ത് കാണാം. റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ. റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ DNA അതിൻ്റെ കോപ്പീസ് ഫോം ചെയ്യുന്ന പ്രോസസ്സാണ്. DNA-യിൽ നിന്നും ഇൻഫോർമേഷൻ RNA-യിലേക്ക് പാസ് ചെയ്യുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ. RNA-യിൽ നിന്നും ജനറ്റിക് ഇൻഫോർമേഷൻസ് യൂസ് ചെയ്ത് പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ട്രാൻസ്ലേഷൻ. DNA-യിൽ നിന്നും ഇൻഫോർമേഷൻ RNA-യിലേക്ക് മൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ. സോ ചില വൈറസസിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇൻഫോർമേഷൻസ് മൂവ് ചെയ്യുക. ദാറ്റ് ഈസ് RNA-യിൽ നിന്നും DNA-യിലേക്ക്. ആ ഒരു പ്രോസസ്സിനെ പറയുന്നത് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്നാണ്. സോ റെപ്ലിക്കേഷൻ വഴി DNA കോപ്പീസ് ഫോം ചെയ്യുന്നു. DNA-യിൽ നിന്നും ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് വഴി ജനറ്റിക് ഇൻഫോർമേഷൻസ് mRNA-യിലേക്ക് പാസ് ചെയ്യുന്നു. ജനറ്റിക് ഇൻഫോർമേഷൻസ് യൂസ് ചെയ്ത് mRNA ട്രാൻസ്ലേഷൻ വഴി പ്രോട്ടീൻ നിർമ്മിക്കുന്നു. ഇതാണ് സെൻട്രൽ ഡോഗ്മ. ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ ഫ്രാൻസിസ് ക്രിക്ക്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ജനറ്റിക് ഇൻഫോർമേഷൻ ഫ്ലോസ് ഫ്രം DNA ടു RNA ദെൻ ടു പ്രോട്ടീൻ. സെൻട്രൽ ഡോഗ്മ പ്രപ്പോസ് ചെയ്തത് ഫ്രാൻസിസ് ക്രിക്ക് ആണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു DNA-യുടെ ഡബിൾ ഹെലിക്സ് മോഡൽ പ്രപ്പോസ് ചെയ്തത് വാട്സണും ക്രിക്കും കൂടിയാണ്. സെൻട്രൽ ഡോഗ്മ പ്രപ്പോസ് ചെയ്തത് ഫ്രാൻസിസ് ക്രിക്ക് ആണ്. ഓക്കെ, സോ സെൻട്രൽ ഡോഗ്മ മീൻസ് ജനറ്റിക് ഇൻഫോർമേഷൻ DNA-യിൽ നിന്ന് RNA-യിലേക്കും RNA-യിൽ നിന്ന് പ്രോട്ടീനിലേക്കും മൂവ് ചെയ്യും. ഇൻ സം വൈറസസ് ദ ഫ്ലോ ഓഫ് ഇൻഫോർമേഷൻ ഈസ് ഇൻ റിവേഴ്സ് ഡയറക്ഷൻ, RNA ടു DNA. ദിസ് ഈസ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. Virus capable of reverse transcription are called retroviruses. For example, HIV. RNA-യിൽ നിന്നും ഇൻഫോർമേഷൻ DNA-യിലേക്ക് മൂവ് ചെയ്യുന്നതാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. അങ്ങനെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പെർഫോം ചെയ്യുന്ന വൈറസസിന് റിട്രോ വൈറസ് എന്നാണ് പറയുക. ഫോർ എക്സാമ്പിൾ HIV ഒരു റിട്രോ വൈറസ് ആണ്. HIV-യുടെ ജനറ്റിക് മെറ്റീരിയൽ RNA ആണ്. സോ ജനറ്റിക് ഇൻഫോർമേഷൻ മൂവ് ചെയ്യുന്നത് RNA-യിൽ നിന്നും DNA-യിലേക്കാണ്. ഫസ്റ്റ് ലെറ്റ് us സ്റ്റഡി അബൌട്ട് റെപ്ലിക്കേഷൻ. DNA-യിൽ നിന്നും റെപ്ലിക്ക ഓർ കോപ്പീസ് ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് റെപ്ലിക്കേഷൻ. ഒബ്സർവ് ദ ഫിഗർ. ഇതിൽ ഹെലിക്കലി ട്വിസ്റ്റ് ചെയ്ത DNA അൺവൈൻഡ് ചെയ്യും. അതിനുശേഷം റെപ്ലിക്കേഷന് സ്റ്റാർട്ട് ചെയ്യും. റെപ്ലിക്കേഷന് ശേഷം DNA-യുടെ 2 കോപ്പീസ് ഫോം ചെയ്യും. പുതുതായി ഫോം ചെയ്ത DNA-യുടെ ഒരു സ്ട്രാൻഡ് പാരൻറ്റ് DNA-യുടെ അതേ സ്ട്രാൻഡ് തന്നെയാണ്. അതിന് ഓപ്പോസിറ്റായി ഫോം ചെയ്യുന്നത് മാത്രമാണ് പുതിയ സ്ട്രാൻഡ്. പാരൻറ്റ് DNA-യുടെ സ്ട്രാൻഡ് അതേപോലെ കൺസേർവ് ചെയ്യുന്നുണ്ട് ഡോട്ടർ DNA-യിൽ. ഓക്കെ, ഒരു സ്ട്രാൻഡ് പാരൻറ്റ് സ്ട്രാൻഡ് തന്നെയാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ഫോം ചെയ്യുന്ന സ്ട്രാൻഡാണ് ന്യൂലി ഫോംഡ് സ്ട്രാൻഡ്. ഒരു സ്ട്രാൻഡ് അതേപോലെ കൺസേർവ് ചെയ്യുന്നത് കൊണ്ട് ടൈപ്പ് ഓഫ് റെപ്ലിക്കേഷനെ പറയുന്നത് സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ എന്നാണ്. DNA റെപ്ലിക്കേഷൻ സെമി കൺസർവേറ്റീവ് ആണെന്ന് പ്രപ്പോസ് ചെയ്തത് വാട്സൺ ആൻഡ് ക്രിക്ക് ആണ്. എന്താണ് സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ? നമ്മളിപ്പോൾ പറഞ്ഞു. ദാറ്റ് ഈസ് ഒരു DNA 2 കോപ്പീസ് ഓഫ് DNA ഫോം ചെയ്യുന്നുണ്ട്. ന്യൂലി ഫോം ചെയ്ത DNA-യിൽ 2 സ്ട്രാൻഡ്സ് ഉണ്ടാകും. അതിൽ ഒരു സ്ട്രാൻഡ് പാരൻ്റൽ സ്ട്രാൻഡ് തന്നെ ആയിരിക്കും. ഓപ്പോസിറ്റുള്ള സ്ട്രാൻഡ് മാത്രമാണ് ന്യൂലി ഫോം ചെയ്ത സ്ട്രാൻഡ്. ദാറ്റ് ഈസ് 2 സ്ട്രാൻഡിൽ ഒരെണ്ണം പാരൻ്റൽ സ്ട്രാൻഡാണ്, മറ്റേത് ന്യൂലി ഫോംഡ് സ്ട്രാൻഡാണ്. പാരൻ്റൽ DNA-യുടെ ഒരു സ്ട്രാൻഡ് ഡോട്ടർ DNA-യിൽ കൺസേർവ് ചെയ്യുന്നത് കൊണ്ടാണ് റെപ്ലിക്കേഷന് സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഹെലിക്കലി ട്വിസ്റ്റ് ചെയ്ത DNA ഒരു പോയിന്റിൽ വെച്ച് ഓപ്പൺ ചെയ്ത് റെപ്ലിക്കേഷന് സ്റ്റാർട്ട് ചെയ്യും. റെപ്ലിക്കേഷന് സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലേസ് ആണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ഹെലിക്കലി ട്വിസ്റ്റ് ചെയ്ത് കാണുന്ന DNA ഹെലിക്കേസ് എൻസൈമിൻ്റെ സഹായത്തോടു കൂടിയാണ് അൺവൈൻഡ് ചെയ്യുന്നത്. അൺവൈൻഡ് ചെയ്യുന്ന സമയത്ത് ഫോം ചെയ്യുന്ന Y ഷേപ്പിൽ കാണുന്ന സ്ട്രക്ചറിനെയാണ് റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് പറയുന്നത്. ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഫിഗർ റെപ്ലിക്കേഷൻ ഫോർക്കാണ്. DNA അൺവൈൻഡ് ചെയ്യുന്ന എൻസൈമാണ് ഹെലിക്കേസ്. അതേപോലെ DNA റെപ്ലിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു എൻസൈമാണ് DNA പോളിമറേസ്. DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ് എൻസൈം. ഒബ്സർവ് ദ ഫിഗർ. ഇതിൽ ടെംപ്ലേറ്റ് DNA ഓർ പാരൻ്റൽ DNA കാണാം. അതായത് ആദ്യത്തെ DNA.
ഈ DNA ആണ് റെപ്ലിക്കേഷൻ നടന്ന് 2 കോപ്പീസ് ഓഫ് DNA ആയി മാറുന്നത്. പാരന്റ് DNA-യുടെ ആദ്യത്തെ സ്ട്രാൻഡ് 5' to 3' ഡയറക്ഷൻ ആണ്. ഓപ്പോസിറ്റ് സ്ട്രാൻഡ് 3' to 5' ഡയറക്ഷൻ ആണ്. പാരന്റ് DNA-യുടെ സ്ട്രാൻഡ് അതേപോലെ ഡോട്ടർ DNA-യിൽ കൺസേർവ് ചെയ്യുന്നുണ്ട്. ഈ ഫിഗറിൽ ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ളതാണ് പാരന്റ് DNA-യുടെ സ്ട്രാൻഡ്. അത് അതേപോലെ കൺസേർവ് ചെയ്യുന്നുണ്ട്. ഓപ്പോസിറ്റ് ഫോം ചെയ്യുന്നത് മാത്രമാണ് പുതിയ സ്ട്രാൻഡ്. അതായത് റെഡ് കളറിൽ കാണുന്നതാണ് പുതിയ സ്ട്രാൻഡ്. സോ റെപ്ലിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് DNA പോളിമറേസ് എൻസൈം. DNA പോളിമറേസ് എൻസൈം 5' to 3' ഡയറക്ഷനിലാണ് പുതിയ DNA സ്ട്രാൻഡ് നിർമ്മിക്കുന്നത്. ഒബ്സർവ് ദ ഫിഗർ. ഇതാണ് പാരന്റ് സ്ട്രാൻഡ്. ഈ സ്ട്രാൻഡിന് ഓപ്പോസിറ്റ് ആയാണ് പുതിയ സ്ട്രാൻഡ് ഫോം ചെയ്യുന്നത്. 3' to 5' ഡയറക്ഷനിലുള്ള പാരന്റ് സ്ട്രാൻഡിൻ്റെ ഓപ്പോസിറ്റ് പുതിയ സ്ട്രാൻഡ് ഫോം ചെയ്യുന്നത് 5' to 3' ഡയറക്ഷനിലാണ്. ഓക്കെ, കണ്ടിന്യൂസ് ആയാണ് ഈ സ്ട്രാൻഡിൽ സിന്തസിസ് നടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന പ്രോസസ്സിനെ കണ്ടിന്യൂസ് സിന്തസിസ് എന്ന് പറയും. ഈ ഒരു സ്ട്രാൻഡിനെ ലീഡിംഗ് സ്ട്രാൻഡ് എന്ന് പറയും. ഒബ്സർവ് ഹിയർ. രണ്ടാമത് ഫോം ചെയ്യുന്ന ഡോട്ടർ DNA-യുടെ പാരന്റ് സ്ട്രാൻഡാണിത്. ഇതാണ് ന്യൂലി ഫോംഡ് സ്ട്രാൻഡ്. ഒബ്സർവ് ഹിയർ. ഇവിടെ പാരന്റ് സ്ട്രാൻഡ് 5' to 3' ഡയറക്ഷനിലാണ്. സോ ന്യൂ സ്ട്രാൻഡ് ഫോം ചെയ്യേണ്ടത് 3' to 5' ഡയറക്ഷനിലാണ്. പക്ഷേ DNA പോളിമറേസ് എൻസൈമിന് 3' to 5' ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ സ്ട്രാൻഡിൽ ചെറിയ ഫ്രാഗ്മെൻറ്റ്സ് ആയാണ് DNA സിന്തസിസ് നടക്കുന്നത്. ഈ ഫ്രാഗ്മെൻറ്റ്സിനെ ഒഗാസാക്കി ഫ്രാഗ്മെൻറ്റ്സ് എന്ന് പറയും. പിന്നീട് ഈ ഒഗാസാക്കി ഫ്രാഗ്മെൻറ്റ്സിനെ ലിഗേസ് എൻസൈം യൂസ് ചെയ്ത് ജോയിൻ ചെയ്യും. ഇവിടെ സിന്തസിസ് നടക്കുന്നത് കണ്ടിന്യൂസ് ആയി അല്ല, ദാറ്റ് ഈസ് ഫ്രാഗ്മെൻറ്റ്സ് ആയാണ്. അതുകൊണ്ട് ഈ സിന്തസിസിനെ ഡിസ്കണ്ടിന്യൂസ് സിന്തസിസ് എന്ന് പറയും. ഈ ഒരു സ്ട്രാൻഡിനെ ലാഗിംഗ് സ്ട്രാൻഡ് എന്ന് പറയും. സോ റെപ്ലിക്കേഷൻ മീൻസ് കോപ്പിയിങ് ഓഫ് DNA ഫ്രം പാരന്റൽ DNA. പാരന്റൽ DNA-യിൽ നിന്നും കോപ്പീസ് ഓഫ് DNA ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് റെപ്ലിക്കേഷൻ. ഇറ്റ് ടേക്സ് പ്ലേസ് അറ്റ് S phase ഓഫ് ദ സെൽ സൈക്കിൾ ഇൻ യൂകാരിയോട്സ്. യൂകാരിയോട്സിൽ സെൽ സൈക്കിളിൻ്റെ S phase-ലാണ് റെപ്ലിക്കേഷൻ നടക്കുന്നത്. സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ. ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ വാട്സൺ ആൻഡ് ക്രിക്ക്. വാട്സൺ ആൻഡ് ക്രിക്ക് ആണ് സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്. ദ ന്യൂലി ഫോംഡ് DNA ഹാവ് 1 പാരന്റ് സ്ട്രാൻഡ് ആൻഡ് 1 ന്യൂ സ്ട്രാൻഡ്. ആസ് ദ പാരന്റ് സ്ട്രാൻഡ് ഈസ് കൺസർവ്ഡ് ഇറ്റ് ഈസ് കോൾഡ് സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ. ന്യൂലി ഫോം ചെയ്ത DNA-യിൽ ഒരു സ്ട്രാൻഡ് പാരന്റ് സ്ട്രാൻഡ് തന്നെയാണ്, അതായത് പാരന്റ് DNA-യുടെ സ്ട്രാൻഡ് തന്നെയാണ്. ഓപ്പോസിറ്റ് ഫോം ചെയ്ത സ്ട്രാൻഡാണ് ന്യൂലി ഫോംഡ് സ്ട്രാൻഡ്. പാരന്റ് സ്ട്രാൻഡ് അതേപോലെ കൺസേർവ് ചെയ്യുന്നതുകൊണ്ട് ഈ റെപ്ലിക്കേഷനെ സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ എന്നാണ് പറയുന്നത്. DNA replicates in 5' to 3' ഡയറക്ഷൻ. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് റെപ്ലിക്കേഷൻ. റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. റെപ്ലിക്കേഷൻ ഫോർക്ക്, എ സ്മോൾ ഓപ്പണിംഗ് ഓഫ് DNA where replication occur. റെപ്ലിക്കേഷൻ നടക്കുന്ന DNA-യുടെ ചെറിയ ഓപ്പണിംഗ് ആണ്, പ്ലേസ് ആണ് റെപ്ലിക്കേഷൻ ഫോർക്ക്. ലീഡിംഗ് സ്ട്രാൻഡ് ആൻഡ് ലാഗിംഗ് സ്ട്രാൻഡ് പറഞ്ഞു നമ്മൾ. ലീഡിംഗ് സ്ട്രാൻഡ് മീൻസ് on one strand the template with polarity 3' to 5'. The replication is continuous. This strand is called leading strand. 3' to 5' ഡയറക്ഷനിൽ റൺ ചെയ്യുന്ന സ്ട്രാൻഡിൻ്റെ ഓപ്പോസിറ്റ് ഫോം ചെയ്യുന്ന ന്യൂ സ്ട്രാൻഡിൽ സിന്തസിസ് നടക്കുന്നത് കണ്ടിന്യൂസ് ആയാണ്. അതുകൊണ്ട് ആ സ്ട്രാൻഡിനെ ലീഡിംഗ് സ്ട്രാൻഡ് എന്ന് പറയും. ഓൺ ദ അതർ സ്ട്രാൻഡ് the template with polarity 5' to 3', replication is discontinuous. This strand is called lagging strand. New strand is formed as fragments. These fragments are called Okazaki fragments. 5' to 3' ഡയറക്ഷനിൽ റൺ ചെയ്യുന്ന സ്ട്രാൻഡിൻ്റെ ഓപ്പോസിറ്റ് ന്യൂ സ്ട്രാൻഡ് ഫോം ചെയ്യുന്നത് ഡിസ്കണ്ടിന്യൂസ് ആയാണ്. അതുകൊണ്ട് ഈ ഒരു സ്ട്രാൻഡിനെ ലാഗിംഗ് സ്ട്രാൻഡ് എന്ന് പറയും. ഫ്രാഗ്മെൻറ്റ്സ് ആയാണ് പുതിയ സ്ട്രാൻഡ് ഫോം ചെയ്യുന്നത്. ഈ ഫ്രാഗ്മെൻറ്റ്സിനെ ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റ്സ് എന്ന് പറയും. റെപ്ലിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസ് പറഞ്ഞു. ഹെലിക്കേസ്, അൺവൈൻഡിങ് DNA അൺവൈൻഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് ഹെലിക്കേസ്. DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ് ആഡ് ന്യൂക്ലിയോടൈഡ്സ്. പുതുതായി ഫോം ചെയ്യുന്ന സ്ട്രാൻഡിൽ ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്യുന്നത് DNA പോളിമറേസ് എൻസൈമാണ്. ലിഗേസ് ജോയിൻ ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റ്സ്, അതായത് ലാഗിംഗ് സ്ട്രാൻഡിലുള്ള ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റ്സിനെ ജോയിൻ ചെയ്യുന്നത് ലിഗേസ് എൻസൈമാണ്. Deoxyribonucleoside triphosphates, that is DATP, DGTP, DCTP and DTTP. They act as substrate for DNA synthesis. DNA synthesisന് ഹെൽപ്പ് ചെയ്യുന്ന സബ്സ്ട്രേറ്റായി ആക്ട് ചെയ്യുന്ന മോളിക്യൂൾസ് ആണിത്. They provide energy for polymerization reaction. റെപ്ലിക്കേഷൻ ആവശ്യമായ എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്
ഡിയോക്സിറൈബോന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ്സ് ആണ്. പ്രൂഫ് ഫോർ സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ. റെപ്ലിക്കേഷൻ നടക്കുന്നത് സെമി കൺസർവേറ്റീവ് ആയാണ് എന്ന എക്സ്പെരിമെൻ്റ് വഴി പ്രൂവ് ചെയ്ത സയൻറ്റിസ്റ്റാണ് മിസൽസൺ ആൻഡ് സ്റ്റാൾ, അതേപോലെ ടൈലർ ആൻഡ് ഹിസ് കൊളീഗ്സ്. അതിൽ ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് ആണ് മിസൽസൺ ആൻഡ് സ്റ്റാൾ എക്സ്പെരിമെൻറ്റ്. ഇറ്റ് വാസ് പ്രൂവ്ഡ് by Michelson and Stahl by conducting an experiment in E. coli. ഫസ്റ്റ് E. coli ബാക്ടീരിയയെ നൈട്രജൻ്റെ ഹെവി ഐസോട്ടോപ്പുള്ള മീഡിയത്തിൽ ഗ്രോ ചെയ്തു. E. coli ബാക്ടീരിയ പുതിയ DNA ഫോം ചെയ്യുന്ന സമയത്ത് നൈട്രജൻ്റെ സോഴ്സായി യൂസ് ചെയ്തത് മീഡിയത്തിലുള്ള നൈട്രജൻ്റെ ഹെവി ഐസോട്ടോപ്പായിരുന്നു. ഓക്കെ, അങ്ങനെ E. coli ബാക്ടീരിയയിൽ ന്യൂലി ഫോം ചെയ്ത DNAയിൽ നൈട്രജൻ്റെ ഹെവി ഐസോട്ടോപ്പ് കൂട്ടിച്ചേർക്കപ്പെട്ടു. നൈട്രജൻ്റെ ഹെവി ഐസോട്ടോപ്പുള്ള DNA ഹെവി DNA എന്ന് പറയും. അതിനുശേഷം ഹെവി DNA ഉള്ള E. coli ബാക്ടീരിയാസിനെ നൈട്രജൻ്റെ ലൈറ്റർ ഐസോട്ടോപ്പുള്ള മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, എന്നിട്ട് അതിനെ റെപ്ലിക്കേഷന് അനുവദിച്ചു. എന്നിട്ട് E. coli ബാക്ടീരിയാസിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി അലോ ചെയ്തു. ഒന്നുകൂടി പറയാം, E. coli ബാക്ടീരിയയെ ആദ്യം നൈട്രജൻ്റെ ഹെവി ഐസോട്ടോപ്പുള്ള മീഡിയത്തിലാണ് ഗ്രോ ചെയ്തത്. അങ്ങനെ E. coli ബാക്ടീരിയ റെപ്ലിക്കേഷൻ നടത്തി പുതിയ DNA ഫോം ചെയ്യുന്ന സമയത്ത് നൈട്രജൻ്റെ സോഴ്സായി യൂസ് ചെയ്യുന്നത് മീഡിയത്തിൽ കാണുന്ന നൈട്രജൻ്റെ ഹെവി ഐസോട്ടോപ്പായിരിക്കും. സോ E. coli ബാക്ടീരിയയിൽ ന്യൂലി ഫോം ചെയ്ത DNAയിൽ നൈട്രജൻ്റെ ഹെവി ഐസോട്ടോപ്പ് അങ്ങനെ കൂട്ടിച്ചേർക്കപ്പെടും. നൈട്രജൻ്റെ ഹെവി ഐസോട്ടോപ്പ് കൂട്ടിച്ചേർക്കപ്പെട്ട DNAയെ നമ്മൾ പറയുന്നത് ഹെവി DNA എന്നാണ്. സോ ഹെവി DNA ഉള്ള E. coli ബാക്ടീരിയാസിനെ നെക്സ്റ്റ് ഏത് മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും? നൈട്രജൻ്റെ ലൈറ്റർ ഐസോട്ടോപ്പുള്ള മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതിനുശേഷം E. coli ബാക്ടീരിയാസ് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ കോളനീസ് ഫോം ചെയ്യും. ഈ ഫിഗറിൽ ആദ്യം കാണുന്ന DNA ആണ് ഹെവി DNA, ദാറ്റ് ഈസ് N15 കോട്ടഡ് DNA. N15 എന്ന് പറയുന്നത് നൈട്രജൻ്റെ ഹെവി ഐസോട്ടോപ്പാണ്. അതിനുശേഷം E. coliയെ ലൈറ്റർ ഐസോട്ടോപ്പുള്ള മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. നെക്സ്റ്റ് ഒബ്സർവ് ചെയ്തു N14 മീഡിയം, ദാറ്റ് മീൻസ് നൈട്രജൻ്റെ ലൈറ്റർ ഐസോട്ടോപ്പ്. ഓക്കെ, N14 മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം E. coli ബാക്ടീരിയയുടെ ഫസ്റ്റ് ജനറേഷൻ ഒബ്സർവ് ചെയ്തപ്പോൾ കണ്ടെത്തിയത് ഹൈബ്രിഡ് DNA ആയിരുന്നു. ദാറ്റ് മീൻസ് ഒരു സ്ട്രാൻഡ് N15 സ്ട്രാൻഡും നൈട്രജൻ്റെ ഹെവി ഐസോട്ടോപ്പുള്ള സ്ട്രാൻഡും സെക്കൻഡ് സ്ട്രാൻഡ് N14 സ്ട്രാൻഡ്, ദാറ്റ് ഈസ് നൈട്രജൻ്റെ ലൈറ്റർ ഐസോട്ടോപ്പുള്ള സ്ട്രാൻഡുമായിരുന്നു. യു ക്യാൻ സീ ഇൻ സെക്കൻഡ് ഫിഗർ ഒരെണ്ണം റെഡ് കളറാണ്, അതായത് N15 സ്ട്രാൻഡാണ്. മറ്റേത് പുതുതായി ഫോം ചെയ്തത് ഗ്രീൻ കളറിൽ കാണാം, ദാറ്റ് ഈസ് N14 സ്ട്രാൻഡ്. ഇതിൽ ഏത് DNA ആയിരുന്നു പാരൻറ്റ് സ്ട്രാൻഡ്? ഹെവി DNA ആയിരുന്നു പാരൻറ്റ് സ്ട്രാൻഡ് അല്ലേ? DNA റെപ്ലിക്കേറ്റ് ചെയ്ത് പുതിയ DNA ഫോം ചെയ്യുന്ന സമയത്ത് ഒരു സ്ട്രാൻഡ്, ദാറ്റ് മീൻസ് ഹെവിയർ DNA സ്ട്രാൻഡ് അതേപോലെ കൺസേർവ് ചെയ്തു. ഓപ്പോസിറ്റ് ഫോം ചെയ്ത ന്യൂ സ്ട്രാൻഡ് N14 സ്ട്രാൻഡ് ആയിരുന്നു. അതായത് E. coli ഇപ്പോൾ ഗ്രോ ചെയ്യുന്നത് ഏത് മീഡിയത്തിലാണ്? N14 മീഡിയത്തിലാണ്. സോ നൈട്രജൻ സോഴ്സായി യൂസ് ചെയ്തത് ലൈറ്റർ ഐസോട്ടോപ്പായിരുന്നു. നെക്സ്റ്റ് സെക്കൻഡ് ജനറേഷന് പ്രൊഡ്യൂസ് ചെയ്ത സമയത്ത് കണ്ടെത്തിയത് ഹൈബ്രിഡ് DNAയും ലൈറ്റർ DNAയുമായിരുന്നു. ഒബ്സർവ് ദ തേർഡ് ഫിഗർ. ലൈറ്റർ DNA എന്ന് പറഞ്ഞാൽ രണ്ട് സ്ട്രാൻഡും N14 ആണ്. ഹൈബ്രിഡ് DNA ഒരു സ്ട്രാൻഡ് N15ഉം മറ്റേ സ്ട്രാൻഡ് N14ഉം ആണ്. ഓക്കെ, സോ ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? ഒരു സ്ട്രാൻഡ്, ഒരു പാരൻറ്റ് സ്ട്രാൻഡ് അതേപോലെ കൺസേർവ് ചെയ്യുന്നുണ്ട്. ഓപ്പോസിറ്റ് ഫോം ചെയ്യുന്ന സ്ട്രാൻഡാണ് ന്യൂലി ഫോംഡ് സ്ട്രാൻഡ്. ഈ ഒരു പ്രോസസ്സ് സിമ്പിളായി ഇതുപോലെ മനസ്സിലാക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, E. coli ഗ്രോൺ ഇൻ N15 മീഡിയം. DNA ബിക്കംസ് ഹെവിയർ, ബോത്ത് സ്ട്രാൻഡ്സ് N15. ഹെവിയർ DNA ഓർ ഹെവി DNA എന്ന് പറയുന്നത് ബോത്ത് സ്ട്രാൻഡ്സ് N15 ആണ്. E. coli then transferred to N14 medium. After first generation, hybrid DNA was formed. ഹൈബ്രിഡ് DNA എന്ന് പറയുമ്പം ഒരു സ്ട്രാൻഡ് N15ഉം ഓപ്പോസിറ്റ് സ്ട്രാൻഡ് N14ഉം. ആഫ്റ്റർ സെക്കൻഡ് ജനറേഷൻ, hybrid DNA and lighter DNA was formed. Hybrid DNA means N15 strand and N14 strand. Lighter DNA means രണ്ട് സ്ട്രാൻഡും N14 strand. ഈ എക്സ്പെരിമെൻ്റ് വഴി കണ്ടെത്തിയ ഇൻഫറൻസ് എന്തായിരുന്നു? The newly synthesized DNA obtains one of its strand from the parent DNA. That is, replication is semi-conservative. പുതുതായി ഫോം ചെയ്യുന്ന DNA അതിൻ്റെ ഒരു സ്ട്രാൻഡ് എവിടെ നിന്നാണ്? ഫ്രം ദ പാരൻറ്റ് ഇറ്റ് സെൽഫ്. അതിൻ്റെ ഓപ്പോസിറ്റ് സ്ട്രാൻഡ് മാത്രമാണ് പുതുതായി ഫോം ചെയ്യുന്ന strand. So that means replication is semi-conservative. Next one,
Experiment conducted by Taylor and colleagues. Experiment conducted on Visia faba, that means faba beans, using radioactive thymidine to detect distribution of newly synthesized DNA in the chromosomes. ടൈലറും കൊളീഗ്സും സഹപ്രവർത്തകരും റേഡിയോ ആക്റ്റീവ് തൈമിഡിൻ യൂസ് ചെയ്ത് വിസിയ ഫാബ, ദാറ്റ് മീൻസ് ഫാബ ബീൻസ് ഓർ വാളരിപ്പയർ എന്ന് പറയും, ഈ ഒരു പ്ലാന്റിൽ എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്തു. സോ റേഡിയോ ആക്റ്റീവ് തൈമിഡിൻ യൂസ് ചെയ്ത് പുതുതായി സിന്തസൈസ് ചെയ്ത DNA ഡിസ്ട്രിബ്യൂഷൻ ഒബ്സർവ് ചെയ്തു. DNA സെമി കൺസർവേറ്റീവ് ആയാണ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് എന്ന് ടൈലറും കൊളീഗ്സും പ്രൂവ് ചെയ്തു. സെൻട്രൽ ഡോഗ്മ എന്താണെന്ന് ഓർത്തു വെക്കണം. ദാറ്റ് മീൻസ് DNA റെപ്ലിക്കേഷന് കംപ്ലീറ്റ് ചെയ്തു. DNA നെക്സ്റ്റ് ഇൻഫോർമേഷൻ RNAയിലേക്ക് പാസ് ചെയ്യും. ഏത് പ്രോസസ്സ് വഴിയാണ്? ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് വഴിയാണ്. Transcription means it is the process of copying genetic information from one strand of the DNA into RNA. DNAയിൽ സൂക്ഷിച്ചിരിക്കുന്ന ജനറ്റിക് ഇൻഫോർമേഷൻ RNAയിലേക്ക് കോപ്പി ചെയ്യുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ. DNAയുടെ 2 സ്ട്രാൻഡും കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ്സ് ആണ്. ദാറ്റ് ഈസ് ഒരു സ്ട്രാൻഡിൽ അഡിനിൻ ആണെങ്കിൽ ഓപ്പോസിറ്റ് സ്ട്രാൻഡിൽ തൈമിൻ ആയിരിക്കും. ഒരു സ്ട്രാൻഡിൽ ഗ്വാനിൻ ആണെങ്കിൽ ഓപ്പോസിറ്റ് സ്ട്രാൻഡിൽ സൈറ്റോസിൻ ആയിരിക്കും. ലൈക്ക് ദാറ്റ്. ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സിൻ്റെ ബേസിസ് എന്താണ്? ഈ ഒരു കോംപ്ലിമെൻറ്റാരിറ്റി ആണ്. ദാറ്റ് മീൻസ് ഓപ്പോസിറ്റ് ബേസ് പെയർസ്. RNAയിൽ തൈമിൻ ഇല്ലാത്തത് കൊണ്ട് അതിന് പകരം യുറാസിലാണ് കോംപ്ലിമെൻ്ററി ബേസ് പെയറായി ആഡ് ചെയ്യുന്നത്. ഓക്കെ. ട്രാൻസ്ക്രിപ്ഷൻ ടേക്സ് പ്ലേസ് ഇൻ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൽ വെച്ചാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുക. സോ ട്രാൻസ്ക്രിപ്ഷൻ മീൻസ് ഇറ്റ് ഈസ് ദ കോപ്പിംഗ് ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ ഫ്രം DNA ടു RNA. DNAയുടെ ചെറിയൊരു ഭാഗത്തിൽപ്പെട്ട ഒരു പോർഷൻ മാത്രമാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്, അതായത് RNA ആയി കോപ്പി ചെയ്യപ്പെടുന്നത്. അങ്ങനെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന DNA ഒരു പോർഷനെ നമുക്ക് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയാം. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു ഫിഗർ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ആണ്. 3' to 5' സ്ട്രാൻഡിനെ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് പറയും. ഓക്കെ. അതിൻ്റെ ഓപ്പോസിറ്റായി കാണുന്ന 5' to 3' ഡയറക്ഷനിൽ കാണുന്ന സ്ട്രാൻഡിനെയാണ് കോഡിംഗ് സ്ട്രാൻഡ് എന്ന് പറയാം. RNA ആയി കോപ്പി ചെയ്യപ്പെടുന്നത് ടെംപ്ലേറ്റ് സ്ട്രാൻഡാണ്. കോഡിംഗ് സ്ട്രാൻഡിന് അങ്ങനെ ഒരു പേരുണ്ടെങ്കിലും കോഡിംഗ് സ്ട്രാൻഡ് അല്ല കോപ്പി ചെയ്യപ്പെടുന്നത്. ഓക്കെ. ടെംപ്ലേറ്റ് സ്ട്രാൻഡാണ് RNA ആയി കോപ്പി ചെയ്യപ്പെടുന്നത്. ആ ഒരു പോയിന്റ് ഓർമ്മ വേണം. 3' to 5' ഡയറക്ഷനിൽ റൺ ചെയ്യുന്ന ടെംപ്ലേറ്റ് സ്ട്രാൻഡാണ് RNA ആയി കോപ്പി ചെയ്യപ്പെടുന്നത്. സോ ദിസ് ഈസ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. എക്സാമിന് ഈ ഒരു ഫിഗർ തന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ചോദിച്ചാൽ ഇത് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ആണ്. സോ വിച്ച് ആർ ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്? പ്രൊമോട്ടർ റീജിയണ് കാണാം. ട്രാൻസ്ക്രിപ്ഷന് സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലേസ് ആണ് പ്രൊമോട്ടർ റീജിയൺ. ടെർമിനേറ്റർ റീജിയണ് കാണാം. ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റോപ്പ് ചെയ്യപ്പെടുന്ന പ്ലേസ് ആണ് ടെർമിനേറ്റർ റീജിയൺ. ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള സ്ട്രക്ചറൽ ജീൻ, ദാറ്റ് ഈസ് RNA ആയി കോപ്പി ചെയ്യപ്പെടുന്ന ഭാഗമാണ് സ്ട്രക്ചറൽ ജീൻ. 3' to 5' ഡയറക്ഷനിൽ റൺ ചെയ്യുന്നതാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ കാണുന്ന നൈട്രജൻ ബേസസ് സപ്പോസ് ഇതൊക്കെയാണെങ്കിൽ ATGC ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന സ്ട്രാൻഡ് 5' to 3' ഡയറക്ഷനിൽ റൺ ചെയ്യുന്ന കോഡിംഗ് സ്ട്രാൻഡിൻ്റെ നൈട്രജൻ ബേസസ് ഓർ ന്യൂക്ലിയോടൈഡ്സ് ഏതൊക്കെയായിരിക്കും? നേരെ കോംപ്ലിമെൻ്ററി ആയിരിക്കും അല്ലേ? ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ A ആണെങ്കിൽ കോഡിംഗ് സ്ട്രാൻഡിൽ T. ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ T ആണെങ്കിൽ കോഡിംഗ് സ്ട്രാൻഡിൽ A. ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ G ആണെങ്കിൽ കോഡിംഗ് സ്ട്രാൻഡിൽ C. ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ C ആണെങ്കിൽ കോഡിംഗ് സ്ട്രാൻഡിൽ G. ഇതുപോലെ ഇതിൽ ടെംപ്ലേറ്റ് സ്ട്രാൻഡിലെ ഇൻഫോർമേഷൻസ് ആണ് RNA ആയി കോപ്പി ചെയ്യപ്പെടുന്നത്. അങ്ങനെ RNA ഫോർമേഷൻ നടക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോംപ്ലിമെൻ്ററി ആയാണ് ബേസ് പെയർസ് ആഡ് ചെയ്യുന്നത്. ഒബ്സർവ് ഹിയർ, ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ A കാണാം. സോ RNA ഫോം ചെയ്യുന്ന സമയത്ത് എൻ്റെ കോംപ്ലിമെൻ്ററി ബേസ് പെയർ തൈമിനാണ്. പക്ഷേ RNAയിൽ തൈമിൻ ഇല്ലാത്തത് കൊണ്ട് ഏത് ന്യൂക്ലിയോടൈഡ് ആയിരിക്കും ആഡ് ചെയ്യപ്പെടുക? ദാറ്റ് ഈസ് യുറാസിൽ. ഓക്കെ. ഇനി ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ T ആണെങ്കിൽ പുതുതായി ഫോം ചെയ്യുന്ന RNA സ്ട്രാൻഡിൽ ആഡ് ചെയ്യപ്പെടുന്നത് തൈമിൻ്റെ കോംപ്ലിമെൻ്ററി ബേസ് പെയർ ആയ അഡിനിൻ ആയിരിക്കും. ഇതുപോലെയാണ് mRNAയിൽ ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്യപ്പെടുന്നത്. സോ നമ്മൾ പറഞ്ഞു ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ഉണ്ട്, കോഡിംഗ് സ്ട്രാൻഡ് ഉണ്ട്. അതിൽ ടെംപ്ലേറ്റ് സ്ട്രാൻഡിലെ ഇൻഫോർമേഷൻസ് ആണ് RNA ആയി കോപ്പി ചെയ്യപ്പെടുന്നത്. ആൻഡ് ലുക്ക് ഹിയർ, ബോത്ത് സ്ട്രാൻഡ്സ് ആർ നോട്ട് കോപ്പി ഡ്യൂറിങ് ട്രാൻസ്ക്രിപ്ഷൻ. എന്തുകൊണ്ട് 2 സ്ട്രാൻഡിലും ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നില്ല? ദ കോഡ് ഫോർ പ്രോട്ടീൻ ഈസ് ഡിഫറെൻറ്റ് ഇൻ ബോത്ത് സ്ട്രാൻഡ്.
This complicates the translation. Double-stranded RNA will be formed. This prevents translation. രണ്ട് സ്ട്രാൻഡിലും ട്രാൻസ്ക്രിപ്ഷൻ നടന്നാൽ ട്രാൻസ്ലേഷൻ പ്രോസസ്സ് കോംപ്ലിക്കേറ്റഡ് ആയി മാറും. കൂടാതെ രണ്ട് സ്ട്രാൻഡുള്ള DNA ഫോം ചെയ്യും. അതുകൊണ്ട് ഒരു സ്ട്രാൻഡിലെ ഇൻഫോർമേഷൻസ് മാത്രമാണ് കോപ്പി ചെയ്യപ്പെടുന്നത്. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇറ്റ് ഈസ് ദ സെഗ്മെൻറ്റ് ഓഫ് DNA വിച്ച് ടേക്ക് പാർട്ട് ഇൻ ട്രാൻസ്ക്രിപ്ഷൻ. അതിൽ ഡിഫറെൻറ്റ് റീജൻസ് ഉണ്ട്. പ്രൊമോട്ടർ, സ്ട്രക്ചറൽ ജീൻ ആൻഡ് ടെർമിനേറ്റർ. പ്രൊമോട്ടർ ഈസ് ദ ബൈൻഡിങ് സൈറ്റ് ഫോർ RNA പോളിമറൈസ് എൻസൈം. ട്രാൻസ്ക്രിപ്ഷന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് RNA പോളിമറൈസ്. റെപ്ലിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് DNA പോളിമറൈസ്. ഓക്കെ, സോ RNA പോളിമറൈസ് ബൈൻഡ് ചെയ്യുന്ന പ്ലേസ് ആണ് പ്രൊമോട്ടർ. സ്ട്രക്ചറൽ ജീൻ, ദ റീജിയൻ ഓഫ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് വെയർ ട്രാൻസ്ക്രിപ്ഷൻ ടേക്സ് പ്ലേസ്. ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന ടെംപ്ലേറ്റ് സ്ട്രാൻഡിൻ്റെ ഭാഗമാണ് സ്ട്രക്ചറൽ ജീൻ. ടെർമിനേറ്റർ, ദ സൈറ്റ് വെയർ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റോപ്പ്. ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന പ്ലേസ് ആണ് ടെർമിനേറ്റർ. ഈ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൻ്റെ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലുള്ള ഓരോ പാർട്സും എക്സാമിന് ലേബൽ ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. The DNA-dependent RNA polymerase catalyzes the polymerization only in 5' to 3' direction. DNA-dependent RNA polymerase enzyme. Transcription help ചെയ്യുന്ന എൻസൈമാണ് RNA polymerase. That is DNA-dependent RNA polymerase. ഈ എൻസൈം മൂവ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിൽ മാത്രമാണ്? 5' to 3'. 3' to 5' act as template strand and 5' to 3' act as coding strand. ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് പറയുന്നത് 3' to 5' ഡയറക്ഷനിൽ റൺ ചെയ്യുന്ന സ്ട്രാൻഡാണ്. 5' to 3' ഡയറക്ഷനിൽ റൺ ചെയ്യുന്ന സ്ട്രാൻഡാണ് കോഡിംഗ് സ്ട്രാൻഡ്. നെക്സ്റ്റ്, സ്റ്റെപ്സ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ. ദർ ആർ 3 ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ്: ഇനീസിയേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. ഇതൊന്ന് സിമ്പിളായി മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, RNA പോളിമറൈസ് എൻസൈമാണ് ട്രാൻസ്ക്രിപ്ഷന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം. RNA പോളിമറൈസ് എൻസൈം പ്രൊമോട്ടർ റീജിയണിലാണ് ബൈൻഡ് ചെയ്യുന്നത്. അങ്ങനെ RNA പോളിമറൈസ് എൻസൈം പ്രൊമോട്ടർ റീജിയണിൽ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ട്രാൻസ്ക്രിപ്ഷൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ദാറ്റ് ഈസ് ഇനീസിയേഷൻ. RNA ഫോർമേഷന് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോസസ്സ്. ഓക്കെ, ഇനീസിയേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് സിഗ്മ ഫാക്ടർ. ഈ ഫിഗറിൽ കാണാം സിഗ്മ ഫാക്ടർ. ഇലോങ്ങേഷൻ ആണ് സെക്കൻഡ് സ്റ്റെപ്പ്. ദാറ്റ് ഈസ് RNA ചെയിൻ ഫോർമേഷൻ. RNA ഫോർമേഷൻ കണ്ടിന്യൂ ചെയ്യും. RNA പോളിമറൈസ് എൻസൈം ടെർമിനേറ്റർ റീജിയണിലെത്തിയാൽ ട്രാൻസ്ക്രിപ്ഷൻ ടെർമിനേറ്റ് ചെയ്യപ്പെടും. ദാറ്റ് ഈസ് സ്റ്റോപ്പ് ആകും. ഓക്കെ, ഇതാണ് തേർഡ് സ്റ്റെപ്പ്, ടെർമിനേഷൻ. ടെർമിനേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടറാണ് റോ ഫാക്ടർ. ദർ ആർ 3 steps of transcription: initiation, elongation and termination. Initiation, RNA polymerase enzyme bind to promoter. Initiation factor is sigma factor. Unwinding of the DNA double helix occur. RNA polymerase enzyme വന്ന് പ്രൊമോട്ടർ റീജിയണിൽ ബൈൻഡ് ചെയ്തു. ഇനീസിയേഷന് ഹെൽപ്പ് ചെയ്യുന്ന സിഗ്മ ഫാക്ടർ വന്ന് ബൈൻഡ് ചെയ്തു. അങ്ങനെ ഇനീസിയേഷൻ RNA ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്തു. DNA അൺവൈൻഡ് ചെയ്തു. RNA ഫോർമേഷന് സ്റ്റാർട്ട് ചെയ്തു. Elongation, the RNA polymerase synthesizes RNA chain in 5' to 3' direction. RNA polymerase enzyme 5' to 3' directionൽ RNA chain synthesize ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് elongation. Termination, RNA polymerase enzyme reaches at the terminator region. Transcription is terminated. Termination factor is rho factor. RNA polymerase enzyme terminator regionൽ എത്തിക്കഴിഞ്ഞാൽ ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആകും. ടെർമിനേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടറാണ് റോ ഫാക്ടർ. ഇൻ പ്രോകാരിയോട്സ്, ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ ക്യാൻ ബി കപ്പിൾഡ് ബിക്കോസ് mRNA require no processing to become active. Transcription and translation takes place in the same compartment. No separation of cytosol and nucleus. പ്രോകാരിയോട്സിൽ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും കപ്പിൾഡ് പ്രോസസ്സാണ്. ട്രാൻസ്ക്രിപ്ഷൻ നടന്നു കഴിയുമ്പോൾ തന്നെ ട്രാൻസ്ലേഷനും നടക്കും. പ്രോകാരിയോട്സിൽ mRNA ഫോർമേഷന് കഴിഞ്ഞാൽ പിന്നെ പ്രോസസ്സിങ്ങിൻ്റെ ആവശ്യമില്ല. പക്ഷേ യൂകാരിയോട്സിൽ RNA ഫോർമേഷന് ശേഷം അതിന് പ്രോസസ്സിംഗ് ആവശ്യമാണ്. പ്രോസസ്സിംഗ് മീൻസ് സം ചേഞ്ചസ് ആർ നീഡഡ്. പ്രോസസ്സിംഗ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കംപ്ലീറ്റ്ലി ആക്റ്റീവായ RNA ഫോം ചെയ്യുന്നത്. ഇൻ വിച്ച് ഓർഗാനിസം? ഇൻ യൂകാരിയോട്സ്. അതേപോലെ പ്രോകാരിയോട്സിൽ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും നടക്കുന്നത് സെയിം പ്ലേസിലാണ്. പക്ഷേ യൂകാരിയോട്സിൽ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് ന്യൂക്ലിയസിലാണ്. അതിനുശേഷം ന്യൂക്ലിയസിൽ നിന്നും mRNA പുറത്തേക്ക് വന്ന് റൈബോസോമിൽ എത്തിയതിന് ശേഷം മാത്രമാണ് ട്രാൻസ്ലേഷൻ നടക്കുന്നത്. ഓക്കെ,
പ്രോകാരിയോട്സിലും യൂകാരിയോട്സിലും നടക്കുന്ന ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് കമ്പയർ ചെയ്യുമ്പോൾ യൂകാരിയോട്സിൽ കുറച്ചുകൂടി അഡീഷണൽ സ്റ്റെപ്സ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അഡീഷണൽ കോംപ്ലെക്സിറ്റീസ് ഉണ്ട്. പ്രോകാരിയോട്സിൽ ഒരു RNA പോളിമറേസ് മാത്രമാണ് ട്രാൻസ്ക്രിപ്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. പക്ഷേ യൂകാരിയോട്ടിലാണെങ്കിൽ ദർ ആർ 3 RNA പോളിമറേസസ്. ട്രാൻസ്ക്രിപ്ഷന് ഹെൽപ്പ് ചെയ്യുന്ന 3 RNA പോളിമറേസ് എൻസൈംസ് ഉണ്ട്. പ്രോകാരിയോട്സിൽ ഒരു RNA പോളിമറേസ് എൻസൈം മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ വിച്ച് ആർ ദ 3 RNA പോളിമറേസസ് needed for transcription in eukaryotes? RNA polymerase 1, RNA polymerase 2 and RNA polymerase 3. RNA polymerase 1 transcribe rRNAs 28S, 18S and 5.8S. RNA polymerase 1ന്റെ ഫംഗ്ഷന് ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് rRNA ആണ്. റൈബോസോമൽ RNAയുടെ ട്രാൻസ്ക്രിപ്ഷന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് RNA polymerase 1. RNA polymerase 2 transcribe the heterogeneous nuclear RNA hnRNA. It is the precursor of mRNA. RNA polymerase 2 എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? hnRNAയുടെ ട്രാൻസ്ക്രിപ്ഷന് വേണ്ടിയാണ് ഹെൽപ്പ് ചെയ്യുക. hnRNA മീൻസ് ഹെട്രോജനസ് ന്യൂക്ലിയർ RNA. ഇതിൽ നിന്നാണ് ഫങ്ഷണലായ mRNA ഫോം ചെയ്യുന്നത്. RNA polymerase 3 transcribe tRNA, 5S rRNA, snRNAs. snRNA means small nuclear RNA. സോ RNA polymerase 3 എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? എന്തിനെയൊക്കെ ട്രാൻസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയാണ് ഹെൽപ്പ് ചെയ്യുക? tRNA, 5S rRNA ആൻഡ് snRNA. ന്യൂക്ലിയസിൽ വെച്ച് rRNAയുടെയും mRNAയുടെയും പ്രോസസ്സിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന RNA ആണ് snRNA. സോ യൂകാരിയോട്സിൽ കാണുന്ന അഡീഷണൽ കോംപ്ലെക്സിറ്റി ആണ് ഫസ്റ്റ് വൺ. 3 RNA പോളിമറേസസ് ആവശ്യമാണ്. രണ്ടാമത്തെ അഡീഷണൽ കോംപ്ലെക്സിറ്റി, രണ്ടാമത് എക്സ്ട്രാ നടക്കുന്ന പ്രോസസ്സാണ് RNA പ്രോസസ്സിങ്. പ്രോകാരിയോട്സിൽ RNA പ്രോസസ്സിങ് നടക്കുന്നില്ല, പക്ഷേ യൂകാരിയോട്സിൽ ട്രാൻസ്ക്രിപ്ഷന് ശേഷം RNA ഫോം ചെയ്തതിന് ശേഷം RNA പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. ദർ ആർ 3 സ്റ്റെപ്സ് ഇൻ RNA പ്രോസസ്സിങ്: capping, splicing and tailing. ഫസ്റ്റ് വൺ, capping. ഒബ്സർവ് ഹിയർ. ട്രാൻസ്ക്രിപ്ഷന് ശേഷം ഫോം ചെയ്ത RNAയുടെ 5' എൻഡിൽ മീഥൈൽ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ക്യാപ്പിംഗ്. ദാറ്റ് ഈസ് 5' എൻഡിൽ ഒരു ക്യാപ്പ് പോലെ. ഏത് മോളിക്യൂളാണ് ആഡ് ചെയ്യുന്നത്? മീഥൈൽ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഈ ഒരു പ്രോസസ്സാണ് ക്യാപ്പിംഗ്. സെക്കൻഡ് പ്രോസസ്സാണ് സ്പ്ലൈസിങ്. ദാറ്റ് മീൻസ് RNAയിൽ കാണുന്ന 2 റീജൺസാണ് ഇൻട്രോൺസും എക്സോൺസും. ഇതിൽ ഇൻട്രോൺസ് നോൺ ഫങ്ഷണലാണ്, എക്സോൺസ് ഫങ്ഷണലാണ്. ഇൻട്രോൺസിനെ റിമൂവ് ചെയ്ത്, നോൺ ഫങ്ഷണലായ ഇൻട്രോൺസിനെ റിമൂവ് ചെയ്ത് എക്സോൺസിനെ ആഡ് ചെയ്യും. സോ ഇൻട്രോൺസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് സ്പ്ലൈസിങ്. തേർഡ് സ്റ്റെപ്പ് ഈസ് ടെയിലിംഗ്. ട്രാൻസ്ക്രിപ്ഷന് ശേഷം ഫോം ചെയ്ത RNAയുടെ 3' എൻഡിൽ അഡിനാലൈറ്റ് റെസിഡ്യൂസ് ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ടെയിലിംഗ്. സോ ദർ ആർ 3 സ്റ്റെപ്സ് ഇൻ RNA പ്രോസസ്സിംഗ്: capping, splicing and tailing. Capping means adding methyl guanosine triphosphate to the 5' end of hnRNA. hnRNA എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? RNA പ്രോസസ്സിംഗ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അത് ഫങ്ഷണൽ ആയിട്ടുള്ള mRNA ആയി മാറുന്നത്. അതിനു മുമ്പ് hnRNA എന്നാണ് പറയുക യൂകാരിയോട്സിൻ്റെ കേസിൽ. ഓക്കെ, സോ ക്യാപ്പിംഗ് എന്ന് പറഞ്ഞാൽ 5' എൻഡിൽ മീഥൈൽ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. സ്പ്ലൈസിംഗ് എന്ന് പറഞ്ഞാൽ റിമൂവിങ് ഇൻട്രോൺസ് നോൺ ഫങ്ഷണൽ ആണ്. ആൻഡ് ജോയിനിങ് എക്സോൺസ് ഫങ്ഷണൽ ആണ്. സോ ഇൻട്രോൺസ് റിമൂവ് ചെയ്തു, അതിനുശേഷം ഫങ്ഷണൽ റീജൻസ് ആയ എക്സോൺസ് ജോയിൻ ചെയ്യും. തേർഡ് സ്റ്റെപ്പാണ് ടെയിലിംഗ്. ആഡിങ് അഡൈനൈലേറ്റ് റെസിഡ്യൂസ് അറ്റ് 3' എൻഡ്. hnRNAയുടെ 3' എൻഡിൽ അഡിനൈലേറ്റ് റെസിഡ്യൂസ് ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ടെയിലിംഗ്. RNA പ്രോസസ്സിങ്ങിന് ശേഷം mRNA ഫോം ചെയ്യും. ഓക്കെ, ഫുള്ളി പ്രോസസ്ഡ് hnRNA ഈസ് നൗ കോൾഡ് mRNA. mRNA മൂവ്സ് ടു ദ റൈബോസോം ഫോർ ട്രാൻസ്ലേഷൻ. hnRNA mRNA ആയി മാറി. mRNA നെക്സ്റ്റ് ന്യൂക്ലിയസിൽ നിന്നും പുറത്ത് വന്ന് റൈബോസോമിലേക്ക് മൂവ് ചെയ്യും. ഏത് പ്രോസസ്സിന് വേണ്ടി? ഫോർ ട്രാൻസ്ലേഷൻ. സോ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് RNA പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു. മെയിൻലി ദർ ആർ 3 ടൈപ്സ് ഓഫ് RNA: mRNA, rRNA, tRNA. mRNA means messenger RNA, rRNA ribosomal RNA, tRNA transfer RNA. What is the function of messenger RNA? Provide template for translation, protein synthesis. So protein synthesis in a template ആയി ആക്ട് ചെയ്യുന്നത് mRNA ആണ്.
mRNAയിലുള്ള ഇൻഫോർമേഷൻ ബേസ് ചെയ്താണ് അമിനോ ആസിഡ്സ് ആഡ് ചെയ്ത് പുതിയൊരു പ്രോട്ടീൻ ചെയിന് ഫോം ചെയ്യുന്നത്. rRNA, റൈബോസോമൽ RNA, സ്ട്രക്ചറൽ ആൻഡ് കറ്റാലിറ്റിക് റോൾ ഡ്യൂറിങ് ട്രാൻസ്ലേഷന് ഹെൽപ്പ് ചെയ്യുന്ന, കാറ്റലിസ്റ്റായി ഹെൽപ്പ് ചെയ്യുന്ന RNA ആണ് റൈബോസോമൽ RNA. tRNA, ട്രാൻസ്ഫർ RNA, carries specific amino acids for protein synthesis and reads the genetic code. പ്രോട്ടീൻ സിന്തസിസിന് ആവശ്യമായ അമിനോ ആസിഡ് ട്രാൻസ്ഫർ ചെയ്ത് റൈബോസോമിലേക്ക് കൊണ്ടുവരുന്ന RNAs ആണ് tRNA. റൈബോസോമിലേക്ക് കൊണ്ടുവരുന്ന RNA ആണ് tRNA. സ്ട്രക്ചർ ഓഫ് tRNA ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. സെക്കൻഡറി 2D സ്ട്രക്ചർ ഓഫ് tRNA ലുക്സ് ലൈക്ക് എ ക്ലോവർ ലീഫ്. tRNAയുടെ 2D സ്ട്രക്ചർ ഒരു ക്ലോവർ ലീഫ് പോലെയാണ് കാണുന്നത്. 3D സ്ട്രക്ചർ ലുക്സ് ലൈക്ക് ഇൻവേർട്ടഡ് എൽ. 3D സ്ട്രക്ചർ എങ്ങനെയാണ് കാണുന്നത്? ഒരു ഇൻവേർട്ടഡ് എൽ ഷേപ്പിലായാണ് കാണുന്നത്. tRNA has an anti-codon loop that has bases complementary to the code, an amino acid acceptor end to which amino acids bind. tRNAയിൽ 2 റീജിയൻസ് കാണുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയ 2 റീജിയൻസ് കാണുന്നുണ്ട്. ആൻറ്റി കോഡോൺ ലൂപ്പും അമിനോ ആസിഡ് ആക്സെപ്റ്റർ എൻഡും. mRNAയിലുള്ള കോഡോണിന് ഓപ്പോസിറ്റ് ആയുള്ള ബേസ് പെയർസ് കാണുന്ന tRNAയുടെ റീജിയൻ ആണ് ആൻറ്റി കോഡോൺ ലൂപ്പ്. ഓക്കെ, ദാറ്റ് ഹാസ് ബേസസ് കോംപ്ലിമെൻ്ററി ടു ദ കോഡ്. mRNAയിൽ കാണുന്ന കോഡോൺസിൻ്റെ ഓപ്പോസിറ്റായി ബേസസ് കാണുന്ന റീജിയൻ ആണ്, tRNAയുടെ റീജിയൻ ആണ് ആൻറ്റി കോഡോൺ ലൂപ്പ്. അമിനോ ആസിഡ് ആക്സെപ്റ്റർ എൻ. tRNAയിൽ അമിനോ ആസിഡ് ബൈൻഡ് ചെയ്ത് കാണുന്ന റീജിയൻ ആണ് അമിനോ ആസിഡ് ആക്സെപ്റ്റർ എൻഡ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റെപ്ലിക്കേഷൻ ഡിസ്കസ് ചെയ്തു, ട്രാൻസ്ക്രിപ്ഷൻ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് പ്രോസസ്സ് എന്താണ്? ട്രാൻസ്ലേഷൻ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ